എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നിമിഷ ബിജുവിനെ കുറിച്ചിട്ടായിരുന്നു ആ വീഡിയോ. പുള്ളിക്കാരത്തേക്ക് വരുന്ന സൈബർ അറ്റാക്കുകളെ പറ്റിയിട്ടും, അതായത് പുള്ളിക്കാരത്തിയുടെ ബാഡ് കമൻറ്റുകളിൽ വന്നിട്ട് പുള്ളിക്കാരത്തെ തെറി വിളിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം പോട്ടെ. ആ കുട്ടി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, പക്ഷേ എൻ്റെ പിഞ്ചു കുഞ്ഞിനെയും അമ്മയെയും പ്രായം ചെന്ന അമ്മയെയും ഒക്കെ വെറുതെ വിട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വളരെയധികം വിഷമത്തോടു കൂടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ നല്ല സ്ട്രോങ് ആണ് ആൾ. സ്ട്രോങ് ആയിട്ട് തന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ 20 ദിവസങ്ങൾക്ക് മുമ്പ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു റെസിപ്റ്റും കാര്യങ്ങളും ഒക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്രയും ദിവസമായിട്ട് പോലും അതിന് യാതൊരുവിധ അറിയിപ്പും കിട്ടിയില്ല, ഒന്നും നടന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവരിനി വെറുതെ ഇരിക്കില്ല. നാളെ തന്നെ അവർ ഒന്നുകൂടി പോയിട്ട് അവർക്കുള്ള വിഷയത്തിന് ഒരു തീർപ്പ് വരുന്നത് വരെ കുത്തിയിരുന്ന് സമരം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിമിഷ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ കുഞ്ഞിനെ പറയുന്നതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അവർ പറയുന്നു അവരുടെ ഒരു വരുമാനം മാത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്, വീഡിയോകൾ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇതുപോലെ വീട്ടിലിരിക്കുന്നവരെയെങ്കിലും പറയാതിരുന്നൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അവരുടെ ഈ മെമ്പർഷിപ്പ് ലൈവ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എതിരാണ്. എന്നാലും ബാക്കിയുള്ള വീഡിയോകളൊക്കെ സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ സഹോദരിയായ നിമിഷ ബിജുവിന് നമ്മൾ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിയുടെ ഒരു ലൈവ് കണ്ടു. ലൈവിൽ പുള്ളിക്കാരത്തി പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കേൾക്കാം. മനസ്സിലായി. പിന്നെ അവരിരുന്ന് നമ്മൾ സമരം ചെയ്യുക, സത്യപ്രതിജ്ഞ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് LKG പഠിക്കുന്ന കൊച്ചാണ്. നമ്മളൊന്നും നോക്കിയില്ല. നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് വക്കീല്, നമ്മളെ ആളുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞു. നമ്മളങ്ങനെ മറ്റേ എന്താ പറയാ, പിണറായി സാറിനും നമ്മളെ പറഞ്ഞില്ലേ, ഇവിടെ ഒന്നുമല്ല, പിണറായിക്ക് നേരിട്ട് കംപ്ലൈന്റ് ചെയ്യണമെന്നല്ല പറഞ്ഞു. അപ്പൊ ഞാൻ പിണറായി സാറിന് നേരിട്ട് അങ്ങോട്ട് കംപ്ലൈന്റ് അയച്ചു. എനിക്ക് മെയിൽ വന്നു. ഇതാണ് മൈ പെറ്റീഷൻ. പിണറായി സാറിന് കൊടുത്തു. പിന്നെ ഒന്ന് പറഞ്ഞു വിട്ടേ ചേട്ടാ, DGPക്ക് കൊടുത്തു, കമ്മീഷണർക്ക് കൊടുത്തു, ADGPക്ക് നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മൾ അവർക്ക് എല്ലാവർക്കും നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു. അവിടുന്ന് പിണറായി സാറിന്റെ അടുത്തുനിന്ന് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത എന്റെ മോളെ പറഞ്ഞതിൽ പോസ്കോ കേസ്, പിന്നെ എന്റെ വരുമാന മാർഗം തടസ്സത്തിൽ പെടുത്തിയതിൽ വേറെന്തോ സെക്ഷൻ അവർ പറഞ്ഞു. അതേപോലെ പിന്നെ എന്നോട് എങ്ങനത്തെ ഈ ഒരു പ്രശ്നത്തിൽ പറഞ്ഞ ആൾക്കാർ എന്നെ വിളിച്ച് തേജോവധം ചെയ്തു, അതിൽ എന്തോ സെക്ഷൻ അവർ പറഞ്ഞു. അതൊക്കെ നമ്മുടെ വക്കീലന്മാരുടെ സെക്ഷനാണ്. എനിക്കതൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. നമുക്ക് അത്ര വലിയ നിയമമൊന്നും അറിയുന്നുള്ള ആളൊന്നും അല്ലല്ലോ. നമ്മളൊന്നും 10ാം ക്ലാസ് പുസ്തകമില്ല ഞാനുള്ള. പിന്നെന്തുവാ ചേച്ചി, ഞാൻ 10ാം ക്ലാസ് തോറ്റൊരാളാണ്. വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചതിനെതിരെ അത് വേറെ സെക്ഷൻ, അങ്ങനെ കുറെ സെക്ഷൻ ഒക്കെ ആയിട്ട് സംഭവം സെറ്റാണ് മക്കളെ. അതുകൊണ്ട് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഒരു പെൺകുട്ടികളും, ഞാനിത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം പോരാടുന്ന ഒരു സംഭവമാണ്. ഞാൻ എല്ലാ ലേഡീസിനും വേണ്ടിയാണ് ഞാനിത് മുന്നോട്ട് തന്നെ പോവുകയാണ്. എനിക്ക് റിപ്ലൈ വന്നു. ഇതാണ് ഞാൻ കൊടുത്ത പെറ്റീഷൻ. ഇങ്ങനെ കാണാൻ പറ്റുമോ എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കിത് കാണാൻ പറ്റുമോ, നിങ്ങൾക്കിത് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാണ്. ഇതാണ് ഞാൻ കൊടുത്ത പെറ്റീഷൻ. ഇനി എന്റെ 2 പേപ്പർ കൂടി ഉണ്ട് കേട്ടോ. എല്ലായിടത്തോളം വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഡബിൾ ടാപ്പ് എവിടെ? സ്ക്രീനിൽ ഡബിൾ ടാപ്പ് എവിടെ? ഇത് എന്താ ഇത്? അങ്ങോട്ട് അടിക്കങ്ങോട്ട്. ഇന്ന് നമുക്ക് സന്തോഷ ദിവസമാണ്. അപ്പൊ അടിച്ച് പൊളിക്കങ്ങോട്ട്, അടിക്കങ്ങോട്ട്. ഡബിൾ ടാപ്പ് അടിക്കും. പരസ്യം എന്തൊക്കെ പറഞ്ഞ ഏത് രീതിയിലാണ് പറഞ്ഞത്? അവരുടെ ഡയലോഗ് എന്തൊക്കെയായിരുന്നു? വീഡിയോ ക്ലിയർ ആയിട്ട് പറയൂ എന്ന് പറയുന്നു. എന്താ പറഞ്ഞത്? ഒരു വട്ടം കണ്ടിട്ട് എന്തൊരു കാര്യം എന്ന് പറയുന്നു. അഷ്ടമി വെയിറ്റ് കുട്ടിയല്ല, ഒരുമിച്ച് ചോദിക്കാതെ പറയട്ടെ. അതെ, ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ടെൻഷൻ അടുപ്പിക്കല്ലേ, വെയിറ്റ് ചെയ്യ്. ഇത്രയൊക്കെ വെയിറ്റ് ആയില്ലേ എല്ലാരും? നമുക്കങ്ങ് മുകളിലെല്ലാം പിടിയുണ്ടെന്ന് മനസ്സിലായ നെഗറ്റീവ് ഇടുന്നവരെ എന്ന് പറയുന്നു. അഷ്ടമി വെയിറ്റ്, ആ വെയിറ്റ് നിൽക്കുക, ഞാൻ പറയട്ടെ. ഹായ് കുക്കു. അപ്പൊ ജെസ്സക്കുട്ടി ചിരിക്കുന്നുണ്ട്. നിമിഷ എന്ന് പറഞ്ഞാൽ സുമ്മാവാ? അങ്ങനെയല്ല, നിമിഷ എന്ന് പറഞ്ഞാൽ സുമ്മാവാ. ഒരു പോക്സോ കേസടി. ഒരു പ്രായപൂർത്തിയാവാത്ത ചെറിയ കുട്ടികളെ പറ്റി പറഞ്ഞാൽ അത് പോക്സോ കേസാണ്. ആയ അമ്മയ്ക്കെതിരെ പറയുന്നത് അത് വേറെ എന്തോ സെക്ഷനാണ് കേട്ടോ. എനിക്ക് ഈ സെക്ഷൻ ഒന്നും പറയാറില്ല. നമ്മൾ 10ാം ക്ലാസ് ഗുസ്തിയാണ്. പിന്നെ ഇതിനകത്ത് ഭയങ്കര ഇംഗ്ലീഷിലൊക്കെ എഴുതിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു. സംഭവം സക്സസ് ആയി. ഇനി
സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാതിരിക്കുക. ഒന്നില്ലെങ്കിൽ നമ്മളെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഏതെങ്കിലും വക്കീലിനെ കണ്ടിട്ട് വക്കീലിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക. നമ്മൾ അവിടെ ചെന്ന് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നേരെ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഒരു പട്ടിയുടെ വില പോലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഗൈസ്. അത് നിങ്ങളോട് ഞാൻ പറയുന്നു. ഓക്കെ, ഇപ്പൊ മറ്റേത് പറഞ്ഞ പോലെ എനിക്ക് എന്നോട് റെസ്പെക്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് എനിക്ക് ഭയങ്കര പേടി അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിരുന്നു. കാരണം ഞാൻ ഇനി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്ത് നിർത്തിയാലോ, അല്ലെങ്കിൽ ഞാൻ തോറ്റ് മാറിയാലോ, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഒന്ന് പുറകെ പോകാതിരുന്നാലോ. പക്ഷേ അതല്ല, നമ്മളെ ഓരോ പെണ്ണിനും എങ്ങനെയൊക്കെ ജീവിക്കണം, ഏത് ഡ്രസ് ഇടണം എന്നൊക്കെ നമ്മൾ സ്വന്തം സ്വാതന്ത്ര്യമാണ്. മനസ്സിലായി? അപ്പൊ അതെല്ലാം നോക്കി നമ്മൾ ജീവിക്കുക. അപ്പൊ ഞാൻ കൊടുത്തേക്കുന്ന 4-5 പേരെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുടൻ തമ്പുരാന്, പിന്നെ എന്തുവാ ഒരു അപ്പു, പിന്നെ ഒരു സെറീന, പിന്നെ ഒരാൾ ആരാ, അങ്ങനെ ഒരു കുറച്ചെണ്ണത്തിന്റെ പേരിലാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ 2-3 പേർക്കെതിരെ പോക്സോ കേസാണ് വന്നിരിക്കുന്നത്. എന്റെ പ്രായപൂർത്തിയാകാത്ത എന്റെ മോളെ പറഞ്ഞതിൽ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പറയുന്നത് എനിക്ക് വിഷമില്ല സാറേ, പക്ഷെ എന്റെ മോളെ പറ്റി പറയുന്നത് എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ താങ്കളും ഒരു സ്ത്രീയല്ലേ, താങ്കളും ഒരു പെണ്ണല്ലേ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അല്ലേ, ഞാനൊരു പെണ്ണല്ലേ? അപ്പൊ അതിന് ഞാൻ പോയ കാര്യങ്ങൾ സക്സസ് ആയി. ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നല്ല കാര്യം ന്യൂസ് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നു. അതെ, പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ വന്നപ്പോ ഇവിടെ കുലസ്ത്രീ ആയിട്ടിരിക്കുന്നു. നമ്മളെ കുലസ്ത്രീയൊക്കെ ഒരു ജസ്റ്റ് പരിപാടി, നീ വെയിറ്റ് ചെയ്യ്. പിന്നെന്താണ്, നമുക്ക് മുകളിൽ കൂടി പിടിയുണ്ടെന്ന് മനസ്സിലാവട്ടെ എല്ലാവരും. എനിക്ക് മെയിലും ഞാൻ അങ്ങോട്ട് അയച്ചപ്പോഴേ എനിക്ക് റിപ്ലൈ വന്നു കേട്ടോ. എനിക്ക് അത് ഭയങ്കര സന്തോഷമായി. അപ്പൊ നമ്മള് എന്താ പറയാ, എന്തായാലും തോൽക്കാൻ ഞാൻ റെഡിയല്ല. ഞാൻ മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എന്ത് കംപ്ലൈന്റിന് പോയാലും ഒരു കാര്യവുമില്ല, ഒരു തേങ്ങയും നടക്കില്ല. ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാനലുകാരോടൊക്കെ ഞാൻ പറഞ്ഞു ഒരു തേങ്ങ അവിടെ പോയിട്ട് നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവരെ അങ്ങനെ അതമ്പതിച്ച് കുറ്റം പറയുകയില്ല. പക്ഷെ എന്നാലും വളരെ കുറച്ച് പേര് ഒരു കാര്യമില്ലാതെ, വിദ്യാഭ്യാസം ഇല്ലാതെ ചുമ്മാ ഇരിക്കും. എന്റെ അത്ര പോലും വിദ്യാഭ്യാസം ഇല്ലാതെ ചുമ്മാ വന്നിരിക്കുന്നവരാ. അത് നേരെ പോക്കില് ടൈം പാസിന് വേണ്ടിട്ട് കേട്ടാ. എല്ലാരും ഇല്ല കേട്ടോ, വളരെ കുറച്ച് വിരലിലുണ്ടാവുന്ന കുറച്ച് പേര്. ബാക്കിയൊക്കെ ആൾക്കാർ കുറച്ച് നീതിയൊക്കെ പുറത്തുന്നവരുണ്ട് കേട്ടോ. എല്ലാരും ഞാൻ അങ്ങനെ കുറ്റം പറയില്ല. പെണ്ണിന് പെണ്ണ് പാരാന്നൊക്കെ പറഞ്ഞോല്ലേ, എടേ പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ പാര തന്നെയാണ്. സ്നേഹിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ചില പെണ്ണുങ്ങൾ, എല്ലാരും ഇല്ല, ചില പെണ്ണുങ്ങൾ. അപ്പോ അഭിനന്ദനങ്ങൾ ചേച്ചി. മുന്നോട്ടുള്ള വഴികളിൽ തളരാതെ മുന്നോട്ട് പോകും. ഇനി നമുക്ക് തളരേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് ഉച്ച വരെ ഞാൻ ഇവിടെ സ്റ്റേഷനിൽ എത്തുന്നോളം വരെ എനിക്ക് തളർച്ചയാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് അവരെ ആ ഒരു സംസാരവും അവരെ ആ ഒരു രീതിയും ഒക്കെ എനിക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. പക്ഷേ അവിടുന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു. ആ സുഹൃത്തിന്റെ എന്താ പറയാ, ആ സുഹൃത്തിന്റെ ഒറ്റ ഫോൺ വിളിയിലാണ് ഞാനിപ്പോ ഇങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നു, നമ്മളെല്ലാവർക്കും മെയിൽ അയച്ചു, നമുക്ക് റിപ്ലൈ തന്നു. എന്റെ കംപ്ലൈന്റ് അവർ സ്വീകരിച്ചു എന്നും പറഞ്ഞ് റിപ്ലൈ തന്നു. മതി, ഇത്രയും മതി, ഇത്രയും മതി എനിക്ക്. ചേച്ചി ഹാപ്പിയാണെങ്കിൽ ഞാൻ ഹാപ്പി. പിന്നെ അല്ലാതെ ഒളിച്ചോട്ടാ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ നമുക്ക് തോക്കാൻ പാടുകൂടി. ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞ് പെണ്ണായിരിക്കണോടി. കേവലം നമുക്ക് ഇഷ്ടമുള്ള ഒരു തുണി ഇട്ട്, അല്ലാതെ ഞാൻ തുണി ഇല്ലാതെ ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ 2 കുഞ്ഞ് വീഡിയോ എടുത്തെന്നും പറഞ്ഞാൽ അവൾ എങ്ങനെയാണ് മാനം കെട്ടവളാവുന്നേ, അവൾ എങ്ങനെയാണ് കൊള്ളില്ലാത്തവളാവുന്നേ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള ഒരാൾക്കാരും ഈ പബ്ലിക് കൊച്ചിയിലൊക്കെ പെമ്പിളാർ നടക്കുന്നതെന്ന് കാണണം, ഞെട്ടിപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ? അത്രയൊന്നും ഞാൻ ചെയ്തു വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വീഡിയോ ആണെന്നും ചെയ്യുന്നത് റീലാണെന്നും സിനിമയാണെന്നും കാണുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നല്ലൊരു വാർത്ത തന്നെയാണ് കേട്ടത്. കാരണം സ്ത്രീകളെ എന്തും പറയാമെന്ന് കരുതുന്ന പലരും ഉണ്ട്, പല സ്ത്രീകളും ഉണ്ട്. അവരും കൂടി ഇതൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ വളരെ നന്നായിരിക്കും. കാരണം പലരും എങ്ങനെയാണെന്നറിയാമോ, നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങുണ്ടാക്കും. അപ്പോൾ ഇത്രയും വലിയൊരു നാക്കൊക്കെ വച്ചിട്ട് എന്തും പറയാമെന്ന് വിചാരിക്കും. നമ്മളെ തന്നെ പ്രായമായ അച്ഛനെ അമ്മയെ ഒക്കെ വച്ചിട്ട് നല്ല രീതിയിലങ്ങ് സംസാരിക്കും. ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തെറി വിളിക്കാനുള്ളതാണ് എന്നുള്ളൊരിതാണ്. ആരെ വേണമെങ്കിലും എന്ത് തെറി വേണമെങ്കിലും വിളിക്കാമെന്നുള്ളതാണ്. വേറെ ചിലരൊക്കെ എന്നെ ഹണി ട്രാപ്പുകാരിയൊക്കെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് കമ്പി ഉത്തര കമ്പിയെന്നോ ഉണ്ണിക്കമ്പിന്നോ അങ്ങനെ ഏതാണ്ട് ഒരു പേരൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എന്നെ പേമ്പുഴുപ്പിന്ന് വിളിച്ചു. അമ്മച്ചി, മുതുക്കി, കിളവി, മുത്തശ്ശി എന്ന് വേണ്ട എന്നെ ഏതെല്ലാം രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ വിളിച്ചിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ
പിന്നെന്താണ്, എന്നോട് വീടിൻ്റെ കോലായിൽ കയറിയിട്ട് തൂങ്ങിച്ചാവാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സഹോദരൻ ഒരു കമൻ്റ് ഇട്ട ഒരു സഹോദരനുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ കെട്ടിയവൻ എന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട എന്തെല്ലാം പറയാൻ പറ്റുമോ അത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ കുഞ്ഞിനെ എന്തൊക്കെയോ പറഞ്ഞു എന്നും പറഞ്ഞ് കള്ളക്കേസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരുടെയും കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ ഒന്നും പറയുന്ന ഒരു വ്യക്തിയേ അല്ല ഞാൻ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അതുകൊണ്ട് എൻ്റെ പേരിൽ പോസ്കോയൊക്കെ വരും, അവർ നേരാവണ്ണം കേസ് കൊടുത്താൽ എന്നൊക്കെയാണ് അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ, അവർ പോയി കേസ് കൊടുത്താലും കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിൻ്റെ കൈപ്പടയിൽ എഴുതി കേസ് കൊടുത്താലും എൻ്റെ തലയുമണ്ടയിലും ഒരിത്തിരിയൊക്കെ ബുദ്ധിയില്ലെങ്കിലും ചകിരിച്ചോറെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതി കൊണ്ടുവന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താലും ഞാൻ പറഞ്ഞ ആ വീഡിയോ പോലീസുകാരൊന്നും നോക്കാതിരിക്കില്ലേ? പോലീസായാലും ഏതൊരു കോടതിയാണെങ്കിലും ചിലപ്പോൾ ഫസ്റ്റ് അവർ ശ്രദ്ധിക്കാതെ തന്നെ എന്നെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുമായിരിക്കും. അതിന് ശേഷമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ ഒരു വീഡിയോ അവർ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞതെന്നും എന്താണ് പറയാത്തത് കൂട്ടിച്ചേർത്ത് ഇട്ടുപരിപ്പിച്ച് എന്താണ് പറയുന്നത്, കള്ളത്തെളിവുകളൊക്കെ ഉണ്ടാക്കി വെച്ചതാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ പോലീസുകാർക്കുണ്ട്. പോലീസുകാരെന്ന് പറയുന്നത് നിസ്സാരക്കാരൊന്നും അല്ല. ഒരു CC ക്യാമറയിൽ ഒരാളുടെ ഒരു നേരിയ ഒരു നിഴൽ പോലെയുള്ള രൂപം കണ്ടാലും ഇന്ന ആളാണെന്ന് മനസ്സിലാക്കാനുള്ള അത്രയും പവർ, അത്രയും കഴിവുള്ള ആളുകളാണ് കേരള പോലീസ്. അവർ സുമ്മാവാ അല്ല ഇരിക്കുന്നത്, അവർക്കറിയാം. അപ്പോൾ എന്നെ എന്തോരം വിളിച്ച് അധിക്ഷേപിച്ചിട്ടുള്ളത്, കേൾക്കാൻ കൊള്ളാത്ത അറയ്ക്കുന്ന ഭാഷകൾ വരെ എന്നെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് യൂട്യൂബിൽ. ചില ചാനലുകാരുണ്ട്. പക്ഷേ ഞാൻ അവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ അവരെ ഊടായിപ്പെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഊടായ്പ് എന്ന് പറഞ്ഞത് അത്രയും വലിയ തെറ്റായിട്ടുള്ള വാക്കൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ബാക്കിയുള്ള ചാനലുകാരൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ തമ്പനയിൽ ഇവർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഊടായ്പ് എന്ന് പറഞ്ഞിട്ടിട്ടുള്ള തമ്പനയിൽ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവർ പറയുന്നു ഇവരുടെ തൊഴിലിനെ ഞാൻ അപമാനിച്ചു എന്ന്. ഞാൻ ആരുടെയും തൊഴിലിനെ അപമാനിച്ചിട്ടില്ല. പിന്നെ ആ ഒരു വരച്ച കണ്ണൻ്റെ ഫോട്ടോ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വരയ്ക്കുന്ന ഗുരുവായൂർ കണ്ണൻ്റെ ഫോട്ടോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ വരയ്ക്കുന്ന ഫോട്ടോയ്ക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കാർട്ടൂൺ മോഡലിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കള്ളമല്ലല്ലോ, അത് വാസ്തവം തന്നെയാണല്ലോ. അതെങ്ങനെയാണ് ഒരാളുടെ തൊഴിലിനെ അധിക്ഷേപിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ കരുതിയാലും കുഴപ്പമൊന്നുമില്ല, ഞാനിനി അങ്ങനെ പറഞ്ഞു എന്നാണെങ്കിൽ പോലും. കാരണം ഞാൻ അങ്ങനെയല്ല കരുതി പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളവരെ ചാനലിൽ വന്നിട്ടൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ കുൽസിത കഥകളൊക്കെ ഉണ്ടാക്കി പറയുകയും മറ്റുള്ളവർക്കൊക്കെ തെറികൾ കലർത്തി പേരിടുകയും ഒക്കെ ചെയ്യുന്ന ചില ചാച്ചിമാരൊക്കെ അത് കേട്ടിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അവരൊക്കെ നമ്മളെ ബോഡി ഷേമിങ് ചെയ്യുന്നതും ഒക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കതിനൊന്നും പോകാനുള്ള നേരവുമില്ല, സമയവുമില്ല, പൈസയും ഇല്ല. പിന്നെ നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ ആളും ഇല്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ പുന്നാര സഹോദരി ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, കർമ്മയിൽ വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ.